+2 എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഏജൻസി ത്രൂ കോൾസ് ഒക്കെ വരും. അപ്പോൾ ഇവരുടെ പാരൻസും ഇവരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളോടാണെങ്കിലും പാരൻസിനോടാണെങ്കിലും സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സ്റ്റുഡൻസ് എഴുതുന്ന ടെസ്റ്റാണ് CUT, നീറ്റ്, JEE, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ടെസ്റ്റ്, ഇങ്ങനെ 50-ലധികം എൻട്രൻസ് ടെസ്റ്റുകൾ +2 സ്റ്റുഡൻസിന് മാത്രം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പിന്നെ 1000-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 14,52,000 സ്റ്റുഡൻസ് ആണ് ഈ വർഷം +2 എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ 26,000-ഓളം VHSC സ്റ്റുഡൻസും ഉണ്ട്. അതിൽ കഴിഞ്ഞ വർഷം 77% +2ന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് 3 ലക്ഷത്തിലധികം സീറ്റ് കേരളത്തിൽ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പറയപ്പെട്ട 1000-ലധികം യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ സീറ്റുകൾ എപ്പോഴും അവൈലബിൾ ആണ്. ഇനി എൻട്രൻസ് എഴുതാതെ തന്നെ നമ്മുടെ മാർക്ക് ബേസിൽ ഇപ്പോൾ ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, അതല്ലെങ്കിൽ ഇപ്പോൾ CUTയുടെ തന്നെ CUTയിൽ പങ്കെടുക്കാത്ത എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സുകളും CUT പങ്കെടുക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടങ്ങളിലൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ കോഴ്സുകൾ മാറിയുണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകൾക്കൊക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുകയും എന്നിട്ട് എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഏജൻസി സ്കൂളുകൾക്ക് നമ്മൾ ചെവി കൊടുത്താൽ മതി. അവർ കൺഫ്യൂഷനൊക്കെ ആക്കും. പക്ഷേ നമ്മുടെ ഭാവി മെറിറ്റ് തന്നെ പഠിക്കാൻ വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്.